ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഉള്ള പ്രശ്നമാണ്. മിക്കവർക്കും ഉണ്ടാകുന്ന അകാല നര, മുടി കൊഴിച്ചിൽ, ഏറ്റവും കൂടുതലെന്ന് പറയുന്നത് താരൻ്റെ പ്രശ്നമാണ്. അങ്ങനെയൊക്കെ ഉള്ളവർക്കും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്നത്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും ഗുണപ്രദമായ ഒരു എണ്ണയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനകത്ത് നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനെ ഇതുപോലെയുള്ള എണ്ണ കാച്ചി തരണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് ആര്യവേപ്പില, അതിനകത്ത് ആര്യവേപ്പില എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് നല്ല തഴച്ച് വളരാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ആര്യവേപ്പില. അതുപോലെ ത്വക്ക് രോഗങ്ങൾക്ക്, അതുപോലെ തന്നെ കറ്റാർ വാഴയും ചെമ്പരത്തിയും. ഇതൊക്കെ കറ്റാർ വാഴയെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി തഴച്ച് വളരാനും ഗ്ലേസിങ് കിട്ടാനും ഒക്കെയാണ് രണ്ടും ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കറ്റാർ വാഴയുണ്ട്, പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് തുളസി ഇല, പിന്നെ അത് കാണിക്കാൻ പോയിട്ടുണ്ട്. തുളസി ഇല, പിന്നെ പനിക്കൂർക്ക ഇല. അത് തുളസി ഇല എന്ന് പറയുന്നത് നമ്മുടെ തലയിലെ താരം പോകുന്നതിന്, പേൻ ശല്യം പോകുന്നതിന് ഒക്കെയുള്ളതാണ് തുളസി ഇല. പിന്നെ ഏറ്റവും ഉപയോഗമുള്ളതാണ് നമ്മൾ കയ്യോന്നി എന്ന് പറയും. കയ്യോന്നി, കയ്യെണ്ണ എന്നൊക്കെ പറയും. ചില സ്ഥലങ്ങളിൽ കയ്യോന്നി, കയ്യെണ്ണ എന്നൊക്കെ പറയും. അത് എടുത്തിട്ടുണ്ട്. കയ്യോന്നിക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ തലവേദനയ്ക്ക് കയ്യോന്നി നല്ലതാണ്. മുടി നല്ലതായിട്ട് തഴച്ച് വളരാനായിട്ട്, പിന്നെ ചെവി വേദനയുള്ളവർക്ക് ഏറ്റവും നല്ലതാണ് കയ്യോന്നി എന്ന് പറയുന്നത്. ഈ എണ്ണയൊക്കെ തേക്കുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. അപ്പോൾ അതുപോലെ തന്നെ മുടിയാണെങ്കിൽ നല്ലതായിട്ട് ഒറ്റയ്ക്ക് നല്ല വൃത്തിക്ക് കിടക്കുകയും ചെയ്യും, നല്ല ഗ്ലേസിങ്ങും കിട്ടും. ഇത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാനൊരു ഹാൻഡിക്യാപ്ഡാണ്. ഞാൻ വീൽ ചെയറിലിരുന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം അരച്ചെടുക്കുന്നതും ഒഴിയുന്നതും ഒക്കെ ഞാൻ തന്നെയാണ്. പിന്നെ ഇതൊക്കെ കൊണ്ടുതരുന്നത് കുഞ്ഞുങ്ങളാണ് കൊണ്ടുതരുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ രണ്ടാമത്തെ മോനും മാത്രമേ എണ്ണ ഉപയോഗിക്കുന്നുള്ളൂ. അത് ഞങ്ങളെ കാണാനും ഉണ്ട്. ഞങ്ങളുടെ വീട്ടിൽ എനിക്കും അവൻ്റെ മാത്രമാണ് മുടി നല്ല കട്ടയ്ക്ക് തഴച്ച് നിൽക്കുന്ന മുടിയുള്ളത്. മറ്റവർക്ക് 3 പേർക്കും ഇല്ല. അവർക്ക് കട്ടിയില്ല മുടിക്കൊന്നും. അപ്പോൾ ഈ എണ്ണ തേച്ചാൽ അതുപോലെയാണ്. പിന്നെ കറിവേപ്പിലയും നല്ലതാണ്. പിന്നെ അതായത് സവാള, ഇഞ്ചിയൊക്കെ പെട്ടെന്ന് മുടി വളരാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. സവാള അതുപോലെ ഗ്ലേസിങ് കിട്ടാനും താരം പോകാനും നല്ലതാണ്. പിന്നെ ഈ പൊടിയെന്ന് പറയുന്നത് നെല്ലിക്കാപ്പൊടി, ആര്യവേപ്പിലയുടെ പൊടി, കരിഞ്ജീരകം. ഇതെല്ലാം മുടിക്ക് ഏറ്റവും ഗുണപ്രദമായ കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ ഏറ്റവും നല്ലതാണ് ഉലുവ. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ് ഉലുവ. അപ്പോൾ ഞാനിതെല്ലാം അരച്ചിട്ട് അത് പിഴിഞ്ഞെടുത്തുകൊണ്ട് വന്ന നീരാണിത്. ഇതരച്ച് പിഴിഞ്ഞ നീരെടുത്തിട്ട് അതിലേക്ക് ഞാനിപ്പം ഇത്രയും എണ്ണ എടുത്തെങ്കിൽ അത്രയും നീരെടുത്തെങ്കിൽ അത്രയും തന്നെ എണ്ണയും കൂടാണ് ഞാൻ അതിനകത്ത് ചേർക്കുന്നത്. ഞാൻ ഈ എണ്ണയാണ് സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിനിടയ്ക്ക് ഒരു ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഞാൻ മുടി കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ മുടി കൊടുത്തു കഴിഞ്ഞ് വീണ്ടും അതിനേക്കാളും കൂടുതൽ ഇപ്പം മുടി വളർന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇത്രയും ആയെങ്കിൽ പോലും മുടിയൊന്നും നരച്ചിട്ടില്ല. എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ എല്ലാം മുടി നരച്ച് അവർ ഡൈ ചേർക്കുന്നുണ്ട്. അതുപോലെയാണ് അവർക്ക്. എൻ്റെ ഇളയതുങ്ങൾ പോലും ഡൈ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഞാനിത് തേക്കുന്നത് കൊണ്ട് എനിക്ക് മുടിക്ക് ഞാൻ ഡൈ ഇന്ന് വരെ തേച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ഇപ്പം വർഷങ്ങളായിട്ട് ഞാനത് ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ ചെയ്യുമായിരുന്നു. ചെമ്പരത്തി പൂവിൻ്റെ പൂവും ഇലയെല്ലാം കൂടെ അരച്ചിട്ട് താളി തേക്കുമായിരുന്നു. അത് കുറച്ചൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ തിളപ്പിച്ചിട്ട് ആറിക്കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാമെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് 2 ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് തലയിൽ തേച്ച് കുളിക്കുന്നത് നല്ലതാണ്. മുടിക്ക് ആരോഗ്യം ഉണ്ടാകും, ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നതാണ്, എൻ്റെ കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല. എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായതാണ്.
ഞാൻ വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. ഇതൊക്കെ ചെയ്യുന്നതൊക്കെ ഞാൻ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ടാണ്. അപ്പോൾ ഇത് ഇത് കണ്ടോ, കളറൊക്കെ മാറി വരുന്നുണ്ട്. നമുക്കിതിൻ്റെ പരുവമാകണമെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കുക. അപ്പോൾ ആ ഇടയ്ക്ക് നോക്കുമ്പോഴത്തേക്ക് അതിന് ഒന്ന് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ ഈ വരുന്ന സാധനം നമുക്ക് താഴോട്ടൊന്ന് വെച്ച് നോക്കിയിട്ട് കയ്യിലൊന്ന് പിടിച്ച് നോക്കുമ്പോഴത്തേക്ക് അത് തരാന്നിരിക്കും. അപ്പോൾ അത് തരാന്നിരിക്കുന്ന പരുവാകുമ്പോൾ പരുവമായി. പക്ഷേങ്കിൽ ഇതിപ്പം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കുണ്ടോ ഇത് ആയിട്ടില്ലായിരുന്നു. ഇപ്പം ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിൽ ആയില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പം കല്ല് പരുവമെന്നൊക്കെ പറയും, മണൽ പരുവമെന്ന് പറയും, അതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ച കളറ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കരിഞ്ഞു പോകരുത്, തീ കുറച്ചേ വെക്കാവുള്ളൂ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ അതുപോലെ തന്നെ ബെല്ലൈക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ഓൾ എന്ന ഓപ്ഷനിൽ എനേബിൾ ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് പിന്നെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ ഞാൻ എണ്ണ തരുന്നതായിരിക്കും. അപ്പം കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ കണ്ടോ, നമ്മളത് എണ്ണ ഏകദേശം ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ആകാറായി. അപ്പം ഇതുണ്ടോ, ഞാനിട്ട കറിവേപ്പിലയൊക്കെ അത് ഞാൻ ആ പൊടികളെല്ലാം കൂടെ ലാസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ അത് തീ അങ്ങ് ഓഫാക്കി. ഇനിയിപ്പം അത് ഓഫാക്കി കഴിഞ്ഞ് അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഈ എണ്ണ ഞാൻ കുപ്പികളിലാക്കി. അപ്പോൾ ഇത് കണ്ടോ, കളർ കണ്ടോ, നല്ല നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് ഇനിയുള്ള കുറേ ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ചേർക്കാൻ പറ്റും. ഇല്ലെങ്കിൽ തന്നെ ഇത് നല്ലതാണ്. എൻ്റെ മുടി ഇപ്പോഴും നല്ല നീളവും അതുപോലെ തന്നെ കറുപ്പും നല്ല ഗ്ലേസിങ്ങുമാണ് എൻ്റെ മുടിക്ക്. ഇത് ഞാൻ ഈ എണ്ണയാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്, ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, പിന്നെ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.